എനിക്ക് തോന്നുന്നത് ഇനി സെറിൻ അറിയപ്പെടാൻ പോണത് ഇമ്പാക്ട് സ്റ്റാർ എന്നും പറഞ്ഞായിരിക്കും. ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഇമ്പാക്ട് ഉണ്ട്. ലിറ്ററലി ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൗണ്ടർ ആര് അടിച്ചോണ്ടിരുന്നു? ഏറ്റവും കൂടുതൽ കൗണ്ടർ ഓഫ് കോഴ്സ് മമ്മൂക്കയാണ്. മഹേഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ പുള്ളി പറഞ്ഞു ഓഡിഷനൊക്കെ കഴിഞ്ഞു, വി റിയലി വാണ്ട് യു ഫോർ ദിസ് പാർട്ട്, ഇതിനകത്ത് ഈ ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാവരും യെസ് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? എന്നിട്ട് എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ തോന്നി, Are you sure you want me? സിസ്റ്ററിനെ വെച്ചിട്ട് സ്വാപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? സ്കൂളിൽ ഓൾമോസ്റ്റ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ നടന്നില്ല. കൊച്ചിലെയൊക്കെ നല്ല സിമിലാരിറ്റി കുറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയൊക്കെ ഒരേ ആൾക്ക് തന്നെ 2 തവണ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ചെയ്യുന്ന റോൾ ഏതായിക്കോട്ടെ അതിലൊരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആക്ടറാണ് എൻ്റെ ഒപ്പം ഇന്ന് ക്ലബ് എഫ് എമ്മിലുള്ളത്. വെൽക്കം സെറീൻ ടു ക്ലബ് എഫ് എം. താങ്ക് യു സോ മച്ച്. ഹൗ ആർ യു? ഓൾ ഗുഡ് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, UP-ൽ ജനിച്ചു, IIT മദ്രാസിൽ പഠിച്ചു, പാൻ ഇന്ത്യൻ സിനിമകളിൽ അഭിനയിച്ചു. ഈ ഒരു കൊള്ളാലോ, ഈ സമ്മറി എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഐ ഷുഡ് ഓൾസോ ലുക്ക് അറ്റ് മൈ കരിയർ ലൈക്ക് ദിസ്. എന്റെ ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും ഞാൻ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്. അതായത് എൻ്റെ ഒരു ഹോബിയാണ് റൈംസ് പറയാ. അപ്പൊ UP-ൽ ജനിച്ചു, IIT മദ്രാസിൽ പഠിച്ചു, പാൻ ഇന്ത്യൻ സിനിമകളിൽ അഭിനയിച്ചു. യൂസ്ഫുൾ ഹോബി ആക്ച്വലി. താങ്ക് യു. ഇപ്പൊ നമ്മള് പിക്കപ്പ് ലൈൻ പറയുന്ന കോടിയായിട്ടാണ് മിക്കരും കാണുന്നത്. അതുകൊണ്ടല്ലേ? അതുകൊണ്ട് അതില്ല, ജസ്റ്റ് സൈഡായിട്ട് പോകുന്നു. ആ ജേർണി ലൈക്ക് സ്റ്റാർട്ട് ചെയ്തത് ഫാമിലി മാനിൽ നിന്നാണ്. അതെ, ലൈക്ക് ഫാമിലി മാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഒരു 7-8 വർഷം തിയേറ്റർ ചെയ്യുമായിരുന്നു ചെന്നൈയിൽ. അത് ഇംഗ്ലീഷ് തിയേറ്റർ ആയിരുന്നു, കണ്ടംപററി ഇംഗ്ലീഷ് തിയേറ്റർ. അപ്പോൾ തിയേറ്ററിലൂടെയാണ് പെർഫോമൻസ് ഒക്കെ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്ക്രീൻ വർക്കിലേക്ക് വന്നപ്പോൾ എന്താണ് അതിൻ്റെതായ കുറച്ച് ചാലഞ്ചസും, പക്ഷേ ഇറ്റ് വാസ് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് ജേർണി. ഐ ഫെൽറ്റ് ഇത് ഫാമിലി മാനിലേക്ക് കയറുന്നതും ഓഡിഷൻ വഴിയാണ്. അതെ, ആ സമയത്ത് അവർ ആക്ച്വലി ഒന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു ആ സമയത്ത് വെബ് സീരീസിൻ്റെ ജസ്റ്റ് തുടക്കം വരുന്നൊരു സമയം മാത്രമാണ്. സീക്രട്ട് ഗെയിംസ് മാത്രം റിലീസായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഉടനെ പ്ലാൻ ചെയ്ത ഒരു സീരീസാണിത്. അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഡിഷൻ എല്ലാം പെട്ടെന്നായിരുന്നു ആക്ച്വലി. ഓഡിഷൻ കൊടുത്തു, പിന്നെ പെട്ടെന്ന് കൺഫർമേഷൻ കിട്ടി. നെക്സ്റ്റ് ഡേ അവർ പറയുന്നു ഓക്കെ ഇനി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം, ഷെഡ്യൂൾ ഇതാണ് അതാണ്, പെട്ടെന്ന് പോയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ആക്ടിങ്ങിലേക്ക് കയറുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ അതോടെ എല്ലാം മാറി. ദാറ്റ് എല്ലാം പെട്ടെന്നാണ് കൺഫേം ആവുന്നത്. പെട്ടെന്ന് കൺഫേം ആവുന്നതിൻ്റെ കൂടെ പെട്ടെന്ന് ക്യാൻസൽ ആവാനുള്ള നല്ല സാധ്യതകളുണ്ട്. പിന്നെ കോവിഡ് ആയപ്പോഴും അതാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്. കുറേ പ്രോജക്ട്സ് പെട്ടെന്ന് എല്ലാം ഓഫായി പോയി. ലോക്ക്ഡൗൺ ആയതുകൊണ്ട്. എന്തായിരുന്നു പഠിച്ചിരുന്നത്? IIT-ൽ ഞാനൊരു ഇൻറ്റഗ്രേറ്റഡ് MA ആണ് ചെയ്തത്. ഇൻറ്റഗ്രേറ്റഡ് MA ഇൻ ഇംഗ്ലീഷ് സ്റ്റഡീസ് ആണ് എൻ്റെ ഡിഗ്രി. അപ്പോൾ അതിൽ 2 years ഓഫ് ജനറൽ സ്റ്റഡീസ് ഉണ്ട്. അത് എന്താണ് സോഷ്യോളജി, ഫിലോസഫി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ലിംഗ്വിസ്റ്റിക്സ്, ഫോണറ്റിക്സ്, അതിൻ്റെ കുറേ എല്ലാം 2 വർഷത്തിൽ ജനറൽ സ്റ്റഡീസിൽ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 3rd year നമുക്ക് നമ്മുടെ സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാം. ഞാനെടുത്ത് ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൽ പോയിട്രി ഉണ്ട്, നാടകമുണ്ട്, അതിൻ്റെ ഒരു മോഡ്യൂളുണ്ട്, ഷേക്സ്പീരിയൻ ഡ്രാമയുടെ ഒരു മോഡ്യൂൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോഴ്സ് കാരണം തന്നെ ഞാൻ കുറേ ഡ്രാമകൾ വായിച്ചിരുന്നു. അതല്ലെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വായിക്കാൻ പോവാത്ത കുറേ സാധനങ്ങൾ എൻ്റെ കോഴ്സിലുണ്ടായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് പാർട്ട് ഓഫ് മൈ കോഴ്സ്. ഞാൻ അതെല്ലാം പഠിച്ചു. അങ്ങനെ ഡ്രാമയിലേക്ക് എത്തി. അതെ. എപ്പോഴെങ്കിലും IIT കോളേജ് ലൈഫ് ആയിക്കോട്ടെ, സിനിമ സെറ്റ് ആയിക്കോട്ടെ, സിസ്റ്ററിനെ വെച്ചിട്ട് സ്വാപ്പ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ? സ്കൂളിൽ ഓൾമോസ്റ്റ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു യൂണിറ്റ് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷേ ടീച്ചേഴ്സിന് സ്കൂൾ സമയം മുതൽ അവർക്ക് കൺഫ്യൂഷൻ അടിച്ചിട്ടുണ്ട്. ആക്ച്വലി പേരൻസിനും കൊച്ചിലെയൊക്കെ നല്ല സിമിലാരിറ്റി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മയൊക്കെ ഒരേ ആൾക്ക് തന്നെ 2 തവണ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പിന്നെ അയാൾ ഛർദ്ദിക്കുന്നു, അല്ലെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നത്, ആ കൺഫ്യൂഷനൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സിസ്റ്ററിന്റെ പേരെന്താണ്? സിസ്റ്റർ നസ്രീൻ. സിനിമയില്ല? ഇല്ല, ഒരാൾ മാത്രം സിനിമ. ഒരാൾ തന്നെ എങ്ങനെയെങ്കിലും ഇൻഡസ്ട്രിയിൽ തൽക്കാലം ഞാൻ മതി. ഓക്കെ, അപ്പോൾ പുതിയ മെയ് തുടങ്ങാൻ പോണത് പാട്രിയോട്ടിൽ നിന്നാണ്. എന്താണ് പാട്രിയോട്ടിൽ ഇന്നാക്കിയത്? പാട്രിയോട്ടിൽ ഇന്നായത് ഇത്
ഓഫ് കോഴ്സ് ഇന്നാവാൻ കുറെ കാരണങ്ങളുണ്ട്. ബിഗ് ഗെയിംസ് ഉണ്ട്, ചാക്കോച്ചനുണ്ട്. അതെ, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ്സ് എ മഹേഷ് നാരായണൻ സ്റ്റോറി വിച്ച് ഹി ഹാസ് സ്ക്രിപ്റ്റഡ്. മഹേഷിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാവരോടും പറയുന്നത് ഇത് ഞാൻ ശരിക്കും ഓൾമോസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്തെടുത്ത ഒരു വർക്കാണ്. ഇതിൻ്റെ ഓഡിഷൻ കിട്ടുന്നതിന് ഒരു 7-8 മാസം മുമ്പ് ഞാൻ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്യുമായിരുന്നു. ആ വർക്ക്ഷോപ്പിൽ ഞാൻ എൻ്റെ ഒരു ആ വർക്ക്ഷോപ്പിൽ മീറ്റ് ചെയ്ത വേറൊരു ആക്ടറാണ് ഇഷാൻ ഷൗക്കത്ത്. ഇഷാൻ ചത്താപ്പച്ചയില് ലിറ്റിലായിട്ട്. അപ്പോൾ ഞാൻ ഇഷാനോട് പറയായിരുന്നു, ഐ തിങ്ക് ഐ ജസ്റ്റ് മാനിഫെസ്റ്റ് സംതിങ്, എനിക്ക് മഹേഷ് നാരായണനോട് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇഷാൻ പറഞ്ഞു, കൊള്ളാം, ആഗ്രഹങ്ങൾ എനിക്കുമുണ്ട്, സൂപ്പർ, എല്ലാം നടക്കട്ടെ. പക്ഷേ ഇത് കൺഫേം ആയി കിട്ടിയപ്പോൾ ഞാൻ അറിഞ്ഞു ഇഷാനും ഇതിനകത്തുണ്ട്, പേട്രിയറ്റ്. ഹീസ് ഓൾസോ ദയർ ഇൻ പേട്രിയറ്റ്. അതെ ടീസറിൽ നമ്മൾ കണ്ടായിരുന്നു. അതെ, സോ ഐ എം വെരി ഹാപ്പി നൗ. ഐ നോ ദാറ്റ് മാനിഫെസ്റ്റേഷനിൽ എന്തോ ഉണ്ട്. ശരിക്കും അപ്പോൾ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതെ. ഓക്കെ, ഇതിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ട്രെയിലറിൽ ശ്രദ്ധിച്ചിരുന്നു, കുറച്ച് പോർഷൻസ് ഉണ്ട്, പക്ഷെ അതിൽ ഇമ്പാക്ട്ഫുള്ളി പറയുന്നുണ്ട്. ലൈക്ക് ഡാനിയൽ നമ്മൾ വിചാരിക്കുന്ന ആളല്ല. അപ്പോൾ ലൈക്ക് ആരായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഉള്ളത്? ഇതിൽ കൂടുതലും മമ്മൂക്കയുടെ കൂടെയാണുള്ളത്. ആൻഡ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഇതിൻ്റെ മഹേഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എന്താണ്, പുള്ളി ഭയങ്കര ഡീറ്റെയിൽ ഓറിയൻറ്റഡ് ആണ്. അന്ന് ഭയങ്കര ഡീറ്റെയിൽ ഉള്ള വിഷ്വൽസ് മനസ്സിൽ കണ്ടാണ് എഴുതുന്നതൊക്കെ. അപ്പോൾ ആ ഒരു ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോറി, ഒരു വലിയ ക്യാൻവാസും രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ കുറച്ച് ഡിഫിക്കൾട്ടാണ്. ബട്ട് ഹീസ് ബിൻ ഏബിൾ ടു പുൾ ഇറ്റ് ഓഫ്. എന്നിട്ട് ഇത് ഈ ഓഡിഷൻ കഴിഞ്ഞിട്ട് എനിക്ക് എന്താണ് ഞാൻ സെലക്റ്റഡ് ആണെന്ന് തന്നെ കൺഫേം ചെയ്ത് വിളിച്ച് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഓഡിഷനൊക്കെ കഴിഞ്ഞു, വി റിയലി വോണ്ട് യു ഫോർ ദിസ് പാർട്ട്, ഇതിനകത്ത് ഈ ആക്ടേഴ്സൊക്കെ ഉണ്ട്, എല്ലാവരും യെസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാറും സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മാത്രം യെസ് പറഞ്ഞാൽ മതി. ആ ഒരു ഫ്രീഡം എനിക്ക് തന്നപ്പോൾ ഞാനതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പോൾ ആ ഒരു എന്താണ് ആക്ടറിന് ഫീഡ്ബാക്ക് കൊടുക്കാനുള്ള, ആ തീരുമാനം എടുക്കാനുള്ള ഫ്രീഡം കൊടുക്കുന്ന ഒരു ഡയറക്ടറാണ് മഹേഷ് നാരായണൻ എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത്. സോ ഐ ജസ്റ്റ് ന്യൂ ഐ വാസ് ഇൻ ഗുഡ് ഹാൻഡ്സ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ്സെൽഫ്. പറഞ്ഞിരുന്നു ലൈക്ക് മമ്മൂട്ടിയും ലാലേട്ടനുള്ള പടമാണ്? പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? എന്നിട്ട് എനിക്ക് അങ്ങോട്ട് ചോദിക്കാൻ തോന്നി, ഐ യു ഷുവർ യു വാണ്ട് മീ? ഞാൻ തന്നെയാണോ ഇതിൽ? ലൈക്ക് അത് നിങ്ങളുടെ കറക്റ്റ് ഉറച്ച തീരുമാനമാണോ? ഐ വാണ്ടഡ് ടു ആസ്ക് ദാറ്റ്, ബട്ട് ഞാൻ മിണ്ടാതിരുന്നു. വേണ്ട. ബട്ട് അതിൽ വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ലേഡീസും കൂടിയാണ്. രേവതി മാം ആയാലും നയൻതാര മാം ആയാലും അതൊക്കെ പിന്നെ കൺഫേം ആയ നെയിംസ് ആണ്. ആദ്യം ഈ 2 പേരുകളാണ് എന്നോട് ആദ്യം പറഞ്ഞത്. ഇപ്പോൾ യെസ്. ഇവൻച്വലി അപ്പോൾ എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? ഒരു 35-40 ദിവസം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പഠിച്ച ഒരു കാര്യം എന്തായിരുന്നു മഹേഷേട്ടനിൽ നിന്ന് പഠിച്ചൊരു കുറേ ടേക്ക് അവേസ് ഉണ്ട്. നമ്മളെല്ലാ സിനിമയിലും വർക്ക് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ ടേക്ക് അവേസുമായിട്ടാണല്ലോ നമ്മൾ തിരിച്ചു പോകുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഹീസ് എന്താണ് ഫീഡ്ബാക്ക് വളരെ ഓപ്പൺ ആയിട്ടാണ് പറയുന്നത്. അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ചില ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ തന്നെ ഗേജ് ചെയ്യണം, അവരെന്താണ് എന്ത് ഫീഡ്ബാക്കാണ് ഉദ്ദേശിച്ചതെന്ന് അവരുടെ എക്സ്പ്രഷനിലൂടെയൊക്കെ നമ്മൾ തന്നെ ഗേജ് ചെയ്യണം. നമ്മൾ ഗേജ് ചെയ്ത് മനസ്സിലാക്കണം. ആ ഒരു പ്രശ്നം ഈ സെറ്റിൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നില്ല. ഈസ് വെരി ഓപ്പൺ അബൌട്ട് ഇത്. മോശമാണെങ്കിൽ കറക്റ്റ്, വളരെ ബ്ലണ്ടായിട്ട് പറയും. പക്ഷെ അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അത് പറയുന്നത് നമ്മളെ താഴ്ത്താൻ വേണ്ടിയല്ല. ഈസ് ജസ്റ്റ് വെരി ട്രാൻസ്പെറൻറ്റ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഹി നോസ് ദാറ്റ് നമ്മളെ കൊണ്ട് ബെറ്ററായ സാധനങ്ങൾ പറ്റും, ബെറ്ററായ പെർഫോമൻസും ബെറ്റർ ടേക്സ് നമ്മൾ കൊണ്ട് പോസിബിൾ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പുള്ളി മോശമാണെന്ന് പറയുന്നത്. ഇനി മമ്മൂക്കയിലേക്ക് വരാം. അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഡീൽ ചെയ്യണത്? ഞാൻ ഇതിൻ്റെ ഷൂട്ടിന് പോകുന്നതിന് മുമ്പേ ഞാൻ അർജുൻ രാധാകൃഷ്ണനോട് ചോദിച്ചിരുന്നു. പുള്ളി കണ്ണൂർ സ്ക്വാഡിലെ വില്ലനായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെ ഇത് ഷൂട്ട് തുടങ്ങാൻ പോവാണ്, you had a lot of scenes with him. എന്താണ് പരിപാടി, എന്താണ് എക്സ്പെക്ടേഷൻസ്, ഹൗ ഡു ഐ എൻ്റർ ദ സെറ്റ്? അപ്പോൾ പുള്ളി പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ഹീസ് എൻ എക്സ്ട്രീംലി ജനറസ് കോ ആക്ടർ, ഒരു പ്രഷറും വെക്കേണ്ട, നേരെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, യു ഹാവ് ആബ്സല്യൂട്ട്ലി നത്തിങ് ടു വറി അബൌട്ട്. അത് കേട്ടപ്പോൾ ഒരു വലിയ ഭാരം പോയതുപോലെ എനിക്ക് തോന്നി. ബിക്കോസ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത്. ആൻഡ് ഹീസ് ഇൻട്രാക്റ്റഡ് ക്ലോസ്ലി വിത്ത് മമ്മൂക്ക ഓൾസോ. അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് കുറച്ച് ടെൻഷൻ പകുതി മാത്രമേ പോയിരുന്നുള്ളൂ. പിന്നെ സെറ്റിലേക്ക് പോയപ്പോൾ ഐ റിയലൈസ് വാട്ട് അർജുൻ സെഡ് വാസ് ആബ്സല്യൂട്ട്ലി കറക്റ്റ് ഓൾസോ. അത്
ഒരു പ്രഷറും വന്നില്ല. നമ്മുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്സ് വന്നാലും അത് നാച്ചുറലി സ്വാഭാവികമായ എല്ലാ ആക്ടേഴ്സും അവർ ടേക്സ് പോകുമ്പോൾ എല്ലാവരുടെയും സൈഡിൽ നിന്ന് സംഭവിക്കുന്ന ഒരു സാധനമാണല്ലോ മിസ്റ്റേക്സ്. അത് ആ പ്രഷറില്ലായിരുന്നു. നൈസായിട്ടാണ് പോയിരുന്നത്. അതെ, സ്മൂത്ത് ആയിരുന്നു. ആദ്യം ഭയങ്കര അപ്ഡേറ്റഡ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ മനസ്സിലായിരുന്നു, തോന്നിയായിരുന്നു? ശരിക്കും സബ്ജക്റ്റ് ഏതായാലും എന്തായാലും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ കോൺവെർസേഷൻസിൻ്റെ ഭാഗമായിട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഹീ ഈസ് വെരി വെരി വെൽ റെഡ്. കറണ്ട് അഫയേഴ്സ് മാത്രമല്ല, ലൈക്ക് ബുക്സ് ആയാലും പിന്നെ ലൈക്ക് ലോകത്ത് നടക്കുന്ന ഓരോ ക്യൂരിയസ് പ്രോസസ്സ് എല്ലാത്തിനോടും ക്യൂരിയോസിറ്റി ഉണ്ട്. ആൻഡ് അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് ആക്ടേഴ്സിനും ക്യൂരിയോസിറ്റി വേണമല്ലോ. ദ ഡേ യു ലൂസ് ക്യൂരിയോസിറ്റി യു ലൂസ് യുവർ പ്രോസസ്, യു ലൂസ് യുവർ ക്രാഫ്റ്റ്. അപ്പോൾ എല്ലാത്തിനോടും ക്യൂരിയോസിറ്റി ഉണ്ട്. ദാറ്റ് വാസ് റിയലി നൈസ് ടു സീ. റീസെൻ്റ്ലി എന്തെങ്കിലും കുറിച്ച് സംസാരിച്ചായിരുന്നോ നമ്മളിപ്പോൾ അറിയാത്ത എന്തെങ്കിലും, അല്ലെങ്കിൽ റീസെൻ്റ്ലി പുതിയതായിട്ട് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച്? ഫോർ എക്സാമ്പിൾ ഒരുപാടുണ്ട്. അങ്ങനെ ഞാൻ മനസ്സിൽ കുറിച്ച് വെച്ചിട്ടില്ല. ആ സമയത്തൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ വായിക്കാനുള്ള സമയം എവിടുന്ന് കിട്ടുന്നു, അതാണ് എൻ്റെ മനസ്സിലൂടെ പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു കമൻ്റാണ് വായിക്കാൻ പോണത്. അതായത് ഞാൻ ഒരു ട്രോൾ പേജിൽ കണ്ടതാണ്. പടത്തിൻ്റെ മെയിൻ ഹൈപ്പ്, പാട്രിയോട്ടിൻ്റെ മെയിൻ ഹൈപ്പ് അതിൻ്റെ ഒന്ന് കാസ്റ്റാണ്. ബിഗ് എംസ് ഉണ്ട്, ചാക്കോച്ചൻ, ഫാഫ. ലാസ്റ്റ് പ്രത്യേകിച്ച് അതിൽ പറഞ്ഞു സെറിൻ ഷിയാബ് ഇതിലുണ്ടോ, ക്വാളിറ്റി ആയിട്ടാണ് പ്രൊജക്ട്സ് ഒക്കെ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ശരിക്കും ഇത് ആ ഒരു നല്ല എക്സ്പെക്റ്റേഷൻ ഉള്ളത്. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള വർക്കെല്ലാം അതൊരു നല്ല സ്ക്രിപ്റ്റ്സ് ആണ്. അത് യൂഷ്വലി ഒരു കുറച്ച് സേഫ് സോണിലുള്ള പരിപാടിയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ദ മൂവീസ് ദാറ്റ് ഐവ് ഡൺ സോ ഫാർ അതെല്ലാം വർക്കായിട്ടുണ്ട്. അതിൽ ലക്ക് ഫാക്ടറും ഉണ്ട്, വേറെ കുറേ ഫാക്ടേഴ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയൻസിന് എന്നിൽ നിന്ന് ആ പ്രതീക്ഷ ഉള്ളത് നല്ലൊരു സാധനമാണ്. അത് കേൾക്കാൻ കുറച്ച് ചെറിയൊരു നല്ല ഈഗോ ബൂസ്റ്റും കൂടിയാണ്. പക്ഷേ ആ എക്സ്പെക്റ്റേഷൻ വെച്ചല്ലല്ലോ നമ്മൾ ഈ സിനിമയൊക്കെ ചൂസ് ചെയ്യുന്നത്. ഞാൻ സിനിമ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്. ആദ്യം ഞാൻ വായിക്കുമ്പോൾ, ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു ഓഡിയൻസ് മെമ്പറായി കണ്ടിട്ട് ഞാനൊരു ഓഡിയൻസ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഈ കഥയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്, ആ ഒരു ബേസിസിലാണ് ഞാൻ ആദ്യം യെസ് പറയുന്നത്. ബട്ട് ഐ എം ക്വൈറ്റ് ഹാപ്പി ടു നോ ദാറ്റ് ഞാൻ ഈ സിനിമയുടെ ഭാഗമാണെന്ന് ആൾക്കാർ നോട്ട് ചെയ്യുന്നതും അറിയുന്നതും നല്ല രസമാണ്. കാരണം ഒരുപാട് പേര് പറയണത് ഭയങ്കര സെലക്റ്റീവ് ആണ് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വാട്ട് മേക്സ് യു വിൻ കുറേ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ എന്താണ്? ഞാൻ നോക്കുന്നത് കഥപരമായി ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്, ഞാൻ ഇതിൽ ഹുക്കായിട്ടുണ്ടോ, ഇതിൽ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വർക്കാവുന്നുണ്ടോ. പിന്നെ എനിക്ക് കഥ അറ്റ്ലീസ്റ്റ് ഒരു തവണ ഇരുന്ന് ഫുൾ കാണാൻ, ലൈക്ക് ഒരു ഇൻട്രപ്ഷനും ഇല്ലാതെ ഞാൻ ഈ കഥയിൽ നിന്ന് വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സിനിമ എനിക്കൊരു ഇൻട്രപ്ഷനും ഇല്ലാതെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമോ, ആ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. അത് ആ ചോദ്യത്തിന് ഒരു യെസ് എന്ന ഉത്തരമാണെങ്കിൽ ഞാൻ സ്ക്രിപ്റ്റിനോട് യെസ് പറയും. റിജക്ട് ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ സ്ക്രിപ്റ്റ്സ് വായിച്ചതിന് ശേഷം? യെസ്, റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന സാധനങ്ങളൊക്കെ ആവുമ്പോൾ ഞാൻ അവരോട് പറയും. പിന്നെ ഈ എസ്പെഷ്യലി രേഖാചിത്രം കഴിഞ്ഞപ്പോൾ അതുപോലത്തെ കുറച്ച് നെഗറ്റീവ് ഷെയ്ഡ് പരിപാടികൾ വന്നിരുന്നു. അപ്പോൾ പറഞ്ഞു ഇത് കുറച്ച് റെപ്പറ്റേറ്റീവ് ആണ്. ഭയങ്കര സിമിലർ ആയിട്ട് ഫീൽ ചെയ്തോ? സിമിലാരിറ്റി മാത്രമല്ല, ബാക്കിയുള്ള കഥയുടെ സ്ട്രക്ചറും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തോന്നിയപ്പോൾ പറഞ്ഞു സെയിം സാധനം തന്നെ പിന്നെയും ചെയ്താൽ വേണ്ട. ഓക്കെ, നമ്മളിപ്പോൾ കുറച്ച് ചോദ്യത്തിലേക്ക് പോയി, നമുക്കിനി മാറ്റി പിടിക്കാം, ഒരു റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ, റൗണ്ടിന്റെ പേര് എം എന്നാണ്. റൗണ്ട് ഓഫ് എം, ഒരു മോഷണം റൗണ്ട്. മോഷണം റൗണ്ടാണ്. അതായത് ഞാൻ സെലിബ്രിറ്റീസിന്റെ പേര് പറയും, ഇവരിൽ നിന്ന് എന്ത് മോഷ്ടിക്കും? ഓക്കെ, ഫസ്റ്റ് മോഹൻലാൽ. എൻ്റെ അമ്മോ, ഇതെന്ത് മോഷ്ടിക്കുമല്ലേ? അവരിൽ നിന്ന് എന്ത് മോഷ്ടിക്കും? അതെന്തുകൊണ്ടും ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സാധനങ്ങൾ മാത്രമല്ല, ക്വാളിറ്റിയും എല്ലാം പെടും. വാട്ട് യു ലൈക്ക് അബൌട്ട് ദം നമുക്ക് മോഷ്ടിക്കാം. ഓക്കെ, ഐ തിങ്ക് ഹിസ് ചൈൽഡിഷ് എനർജി, ഒരു കുട്ടിത്തം ഉണ്ടല്ലോ, ആ ഒരു ലൈറ്റ്നെസ് ആണ് എല്ലാ ക്യാരക്ടേഴ്സിലേക്കും പോകുന്നത്. അത് ആ ക്വാളിറ്റി, ആ സ്വഭാവമാണ് എല്ലാ ക്യാരക്ടേഴ്സിനെയും ലൈക്കബിൾ ആക്കുന്നത്. അതുകൊണ്ടാണ് മറ്റേ ഈ മണിച്ചിത്രത്താഴും ചന്ദ്രലേഖയിലും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്, വേറെ കുറേ ഇവൻസും ഡിഫറെൻ്റ് ആണ്, പക്ഷേ ബോത്ത് ക്യാരക്ടേഴ്സ് ആർ ലൈക്കബിൾ. ആ ഒരു മാനറിസം, അതെ, അത് മോഷ്ടിക്കാൻ പറ്റിയാൽ കൊള്ളായിരുന്നു. ഓക്കെ, നൈസ്. അടുത്തത്
മമ്മൂക്ക ഗോസ് ഔട്ട് ഓഫ് ഹിസ് വേ ടു മേക്ക് പീപ്പിൾ ഫീൽ ഇൻക്ലൂഡഡ്. അത് ശരിക്കും ആഡ്മിറബിൾ ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ്. പുള്ളിയാണ് ആദ്യം മമ്മൂക്കയാണ് ആദ്യമായിട്ട് സിനിമയെക്കുറിച്ച് സംസാരിക്കുക, അതിനെക്കുറിച്ച് സെലിബ്രേറ്റ് ചെയ്യുക, നമ്മളെ വീട്ടിലൊക്കെ വിളിച്ച് വരുത്തി നമ്മളെ പേഴ്സണലി നമ്മളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ജനറോസിറ്റി ഓഫ് ഹിസ് സ്പിരിറ്റ് അത് ശരിക്കും വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്. ആൻഡ് ഇറ്റ്സ് ഗുഡ് ടു നോ ദാറ്റ് ഇത്രയും he's at the top of his game right now, but his spirit is still there for the right reasons. ജനറോസിറ്റി അദ്ദേഹത്തിൽ നിന്ന് എടുക്കും. അതെ അതെ. ഓക്കെ, അടുത്ത ഡയറക്ടറിലേക്ക് പോവാം. മഹേഷ് നാരായണൻ എന്ത് മോഷ്ടിക്കും, എന്തൊക്കെ മോഷ്ടിക്കാം. ഷോ ആദ്യമായിട്ടാണ് ഡയറക്ടറിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുന്ന. നമുക്ക് വേറൊരു എമ്മിലേക്ക് പോവാം. ഓക്കെ, അടുത്ത എം നമുക്ക് കേരളം വിടാം. യു പിയിലേക്ക് തന്നെ പോവാം, അല്ലെ ദില്ലിയിലേക്ക് പോവാം. മനോജ് ബാജ്പേയി സെറ്റിലേക്ക് വന്നപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആരാണോ ആ പാചകം ചെയ്ത ആ ഷെഫിനെ മോഷ്ടിക്കണം. ഓർമ്മയുണ്ടോ? ഒരു മട്ടൻ ബിരിയാണി ആയിരുന്നു. മട്ടൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു, അത് സൂപ്പറായിരുന്നു ശരിക്കും. അതും വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി. ഈ സെറ്റിനെ ഒരു ഫാമിലി ആയിട്ട് കാണുന്ന സ്വഭാവം, ദാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ അത് എൻ്റെ ഫസ്റ്റ് ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആദ്യമായിട്ട് സെറ്റിലേക്ക് കയറുന്നത് ഫാമിലി മാനിലൂടെയാണ്. ആൻഡ് പുള്ളി ട്രീറ്റ് ചെയ്യണതും ഫാമിലി മാൻ പോലെയാണ്. കറക്റ്റ്, ഹീസ് ട്രീറ്റിംഗ് ദ സെറ്റ് ലൈക്ക് എ ഫാമിലി. അപ്പോൾ അത് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. ഞാൻ ഇപ്പോഴും അത് ചെറിഷ് ചെയ്യുന്നുണ്ട്. സോ ഐ വുഡ് ലൈക്ക് ടു സ്റ്റീൽ മനോജ് ബാജ്പേയി's ഷെഫ്. ഓക്കെ, എം കഴിഞ്ഞാൽ എന്നാണല്ലോ. അപ്പൊ നയൻതാര. എനിക്ക് മാമിൻ്റെ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ക്വാളിറ്റി അവരുടെ ഒബ്സർവേഷനാണ്. എപ്പോഴും എല്ലാം വാച്ച് ചെയ്യും. ഞാൻ പെട്ടെന്ന് ഡിസ്ട്രാക്റ്റഡ് ആവും. എനിക്ക് തോന്നുന്നു ഈ ഫോണും സ്ക്രീൻ ടൈമും ഒക്കെ കൂടിയപ്പോൾ. ബട്ട് നത്തിങ് ഗോസ് പാസ്റ്റ് ഹെർ ആക്ച്വലി. ഇത് ഒന്നും മിസ്സാക്കില്ല. പിന്നെ ഈ ഒരു ടേക്ക് കഴിഞ്ഞാൽ അതിലെന്താണ് വർക്ക് ആവാത്തതെന്നുള്ള ഒരു ഒബ്സർവേഷൻ ഷീ ഇമ്മീഡിയറ്റ്ലി നോസ്, ഈവൻ ബിഫോർ ദ ഡയറക്ടർ ടെൽസ് ഹർ. ദാറ്റ് ഓഫ് കോഴ്സ് ഇറ്റ് കംസ് ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് ഓൾ. പക്ഷെ ആ ഒരു ഒബ്സർവേഷൻ സ്കിൽ ശരിക്കും എന്നെ ഇംപ്രസ് ചെയ്തു. പ്രസന്റും കൂടിയാണ് അതിൻ്റെ ഒപ്പം. ഓൾവേസ്. അപ്പോൾ ആ ഒരു കുറച്ചുകൂടെ ഒന്ന് പ്രസന്റ് ആവണം എന്ന ആഗ്രഹം വന്നത് മാം പെർഫോം ചെയ്യുന്നത് കണ്ടപ്പോഴാണ്. അവരായിട്ട് കോമ്പിനേഷൻ സീൻസ് ഉണ്ടോ? ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ത്രൂ ഔട്ട് വർക്ക് ചെയ്തപ്പോൾ? വെരി വെരി ഇംപ്രസീവ് ആക്ച്വലി. നമ്മൾ ആദ്യമൊക്കെ ഇത്രയും വലിയ ആക്ടേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് ഇറ്റ്സ് ക്വൈറ്റ് ഇൻറ്റിമിഡേറ്റിംഗ്. പിന്നെ കുറച്ച് നേരം അവരോട് ഇൻട്രാക്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവർക്ക് നോർമലായിട്ട് സംസാരിക്കുന്നു, ഇൻട്രാക്ട് ചെയ്യുന്നു, ഇടപെടലാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ഹായ് സാർ, ഹലോ മാം അല്ല. അപ്പോൾ നല്ല രസമായിരുന്നു ആക്ച്വലി. ഷീ ഈസ് വെരി വെരി ഒബ്സർവൻറ്റ്. ദാറ്റ്സ് വാട്ട് ഐ റിയലി ലൈക്ക് അബൌട്ട് ഇറ്റ്. നൈസ്. അവരുടെ ഒബ്സർവേഷൻ സ്കിൽ മോഷ്ടിക്കണം. ഓക്കെ, ഈ റൗണ്ട് നമുക്ക് ഇന്ത്യ. ലാസ്റ്റത്തെ രേവതി മാം. അവരിൽ നിന്ന് എന്തായിരിക്കും എടുക്കുക? രേവതി മാം ഹാസ് എ ഗ്രേറ്റ് സെൻസ് ഓഫ് ഹ്യൂമർ. അത് നമ്മളൊരാളെ മീറ്റ് ചെയ്യുമ്പോൾ, ഒരു ഇത്രയും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറിനെ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ലെവൽ ഓഫ് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ എക്സ്പെക്ടേഷൻസിൽ വരാത്ത കുറേ ക്വാളിറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമ്മൾ ആദ്യം രേവതി മാമിനെ കാണുമ്പോൾ ആദ്യം എക്സ്പെക്ട് ചെയ്യുന്നത് വേറൊക്കെ സാധനങ്ങളാണ്. ബട്ട് ഷീ ഈസ് എക്സ്ട്രീംലി അറ്റ് ഈസ് ആസ് എ പേഴ്സൺ ആൻഡ് നല്ല സെൻസ് ഓഫ് ഹ്യൂമറും കൂടെയാണ്. അപ്പോൾ അത് തമാശയൊക്കെ അടിക്കുമ്പോൾ നല്ല ബാക്ക് ആൻഡ് ഫോർത്ത് ഒക്കെ വരുന്നത്. ശരി, നിങ്ങൾ സെറ്റിൽ ഇങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കാറുണ്ടായിരുന്നു? അതെ. ഏറ്റവും കൂടുതൽ കൗണ്ടർ ആര് അടിച്ചോണ്ടിരുന്നു? ഏറ്റവും കൂടുതൽ കൗണ്ടർ ഓഫ് കോഴ്സ് മമ്മൂക്കയാണ്. നല്ല രസമാണ് ആക്ച്വലി കൗണ്ടർ കേട്ടിരിക്കാൻ. പിന്നെ ഈ ഓരോ ടേക്ക് തമ്മിൽ കുറേ സമയം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ടൈം പാസ് ചെയ്യാൻ നല്ല ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച് കൗണ്ടറൊക്കെ അടിച്ചിരിക്കും. സൂപ്പർ. അപ്പോൾ റീസെൻ്റ്ലി ഫിലിം ഫെയർ അവാർഡ് കിട്ടിയായിരുന്നു, ഫിലിം ഫെയർ സൗത്ത് ഫോർ ബെസ്റ്റ് ആക്ട്രസ് ആട്ടത്തിന് വേണ്ടിയിട്ട്. കൺഗ്രാജുലേഷൻസ്. അതാണ് ആദ്യം ഞാൻ പറയേണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ആട്ടത്തിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാരെ മനസ്സിലൂടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കണേ. ഇപ്പോഴും ആൾക്കാരെ ആട്ടത്തെക്കുറിച്ച് വന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഫീൽ ചെയ്യുക? അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് അത് ഞാൻ എപ്പോഴും കുറേ പേര് കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ OTT-യിലും വന്നോടെ നല്ലൊരു റീച്ചും ഇമ്പാക്റ്റും അതിന് കൂടിയിട്ടുണ്ട്. അതെ.
പക്ഷേ ഈ സ്ത്രീകൾ എപ്പോഴും എൻ്റെ അടുത്ത് ഈ ക്യാരക്ടർ ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി എന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. ബിക്കോസ് എന്തുകൊണ്ടാണ് റിലേറ്റബിൾ ആയതെന്ന് നമുക്കറിയാമല്ലോ. അതുപോലത്തെ ഒരു അതേ സിറ്റുവേഷൻ അല്ലെങ്കിൽ സംതിങ് വേഴ്സ് അത് ഫേസ് ചെയ്തുകൊണ്ടാണ് അവർക്കത് റിലേറ്റബിൾ ആയിട്ട് തോന്നിയത്. പക്ഷേ അതൊരു ബിറ്റർ സ്വീറ്റ് മൂമെൻ്റ് ആണ്. നമ്മൾ ചെയ്ത ക്യാരക്ടറിൻ്റെ ഒരു ട്രൂത്ത് പ്രേക്ഷകരിലേക്ക് കടന്നു പോയത് ആ ഒരു നല്ലൊരു റിസൾട്ടും ഉണ്ട്. ബട്ട് ഇറ്റ്സ് ദയർ ഫോർ ദാറ്റ് റീസൺ. നോ, അത് കേൾക്കുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. ബിക്കോസ് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ഈ ലോകത്തിൽ നിന്ന് ഒരിക്കലും മാറാൻ പോകാത്തൊരു പ്രശ്നമാണ്. ദാറ്റ് ഈസ് ദ കൺക്ലൂഷൻ ദാറ്റ് ഐ ഹാവ് റീച്ച് ഫ്രം ദിസ് ഫിലിം. ആൻഡ് ഈ ഫിലിമിലൂടെ ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത പലർക്കും എന്തോ ഒരു എന്താണ് അവർക്കൊരു റിലീഫ് കിട്ടിയിട്ടുണ്ട്. കാണാൻ എളുപ്പമല്ല ഇതുപോലത്തെ കാര്യങ്ങൾ സ്ക്രീനിൽ പോലും, എസ്പെഷ്യലി ഇങ്ങനെ എടുത്ത് വലിയൊരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഇറ്റ്സ് ഭയങ്കര ആംപ്ലിഫൈഡ് ആയിട്ട് തോന്നുമല്ലോ. ബട്ട് സംവെയർ അലോങ് ദ ലൈൻ അവർക്കൊരു കോൺസൊലേഷൻ ആയിട്ട് ഈ സിനിമ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ വിജയം അത് ഓൾറെഡി സിനിമയുടെ വിജയമാണ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അഞ്ജലി എന്നുള്ള ക്യാരക്ടർ പ്ലേ ചെയ്ത രീതി ഞാൻ ഭയങ്കരമായിട്ടും ആ ഫ്ലോ നൈസായിട്ടാണ് അത് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ ആക്ച്വലി ആ അഞ്ജലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രിപ്പറേഷനാണ് ചെയ്തത്? കാരണം ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ആ ഒരു സിനാരിയോ ആണെങ്കിൽ പോലും. പക്ഷേ ഇത് ഈസിയും ടഫിൻ്റെ കാര്യമായിട്ടില്ല. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും ടഫായിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്താണ് എഴുത്തിൽ എന്ന് കഥാപരമായിട്ട് ഒരു സ്പേസും ഇല്ലാത്ത ക്യാരക്ടേഴ്സ് ഉള്ളൂ. ജസ്റ്റ് ഫ്ലവർ പോട്ടായിട്ട് എഴുതി വെച്ചിരിക്കുന്ന കുറേ റോൾസ് ഉണ്ടാവുമല്ലോ, എസ്പെഷ്യലി സ്ത്രീകൾക്ക്. അതാണ് ഏറ്റവും ടഫായിട്ടുള്ള റോൾസ്. പുവർലി റിട്ടൺ റോൾസ്, അതാണ് ഏറ്റവും ടഫ്. കാരണം നമ്മൾ സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത സാധനം എങ്ങനെ നമ്മൾ അഭിനയിച്ച് കൊണ്ടുപോകും അല്ലേ? പക്ഷെ ഈ സ്ക്രിപ്റ്റിൽ ടച്ച് വുഡ് ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ എല്ലാം ഓൾ ഓഫ് ദ ക്യാരക്ടേഴ്സ് ദാറ്റ് ഐവ് ഡൺ അവർക്ക് സ്ക്രിപ്റ്റിൽ നല്ല സ്പേസ് ഉണ്ട്. ഡയലോഗ്സ് മാത്രമല്ല, ലൈക്ക് അവർക്ക് നല്ലൊരു പ്രസൻസ് ഉണ്ട് ആ സ്ക്രിപ്റ്റിൽ. അവർ കാരണമാണ് കഥ മുന്നോട്ട് പോകുന്നത്. ദേ ഡ്രൈവിങ് തിങ്സ് ഫോർവേഡ് യുനോ. ആൻഡ് പിന്നെ അവർക്ക് അവരുടേതായ ഒരു ഇമോഷണൽ ഗ്രാഫും ആർക്കും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈസി ആയിരുന്നു ആക്ച്വലി. പിന്നെ റിഹേഴ്സലും കൂടെ ഉള്ളപ്പോൾ അത് കുറച്ചുകൂടെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോസസ്സും കൂടെ ആയിരുന്നു. ഡ്രാമയാണ് ബേസിക്കലി പടത്തില്. അതെ, തിയേറ്റർ ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ 2 തിയേറ്റേഴ്സ് 2 ഡ്രാമയും കൂടെ ഇതിന്റെ സിനിമയിലും നടക്കുന്നുണ്ട്. 2 ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡ്രാമ. അപ്പൊ അത് ഹെൽപ്പ് ചെയ്തിരുന്ന പണ്ട് ഡ്രാമ ചെയ്യുന്ന ഒരാളും കൂടെ ആയിരുന്നല്ലോ. എത്രത്തോളം ഹെൽപ്പ് ചെയ്തിരുന്നു ഇത്? തിയേറ്റർ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് ഇസ് ജസ്റ്റ് ദി ആർട്ട് ഓഫ് റെപ്പറ്റീഷൻ. നമ്മൾ കുറേ റിഹേഴ്സൽ പോയിട്ട് നമ്മൾ പിന്നെ സ്റ്റേജിൽ പോയൊരു ടെക്നിക്കൽ റിഹേഴ്സലും ചെയ്യുന്നു. അപ്പോൾ ഐ തിങ്ക് ഫ്രം ദി ആർട്ട് ഓഫ് റെപ്പറ്റീഷൻ ഇറ്റ്സെൽഫ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അതിൻ്റെ കുറേ വേരിയേഷൻസും പ്രീസെറ്റ്സും എല്ലാം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു എന്താണ് ആ ഒരു സീനിൻ്റെ പല പല വേരിയേഷൻസ് നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ പ്രിപ്പറേഷനോടെ നമ്മൾ സെറ്റിലേക്ക് പോകുമ്പോൾ പിന്നെ ഓരോന്നായിട്ട് ഓരോന്നിങ്ങനെ ട്രൈ ചെയ്യല്ലോ, വൺ ആഫ്റ്റർ ദി അതർ. അല്ലാതെ ആ പ്രിപ്പറേഷൻ ആ സ്ക്രിപ്റ്റ് എന്താണ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം അതിനെക്കുറിച്ച് ആലോചിച്ചാൽ എനിക്ക് കുറേ സമയം അതിലേക്ക് പോവേണ്ടി വരും. പക്ഷേ ഈ പല തവണ സ്ക്രിപ്റ്റ് വായിക്കുന്നത് തന്നെ ഞാൻ തിയേറ്ററിലുള്ളതുകൊണ്ടാണ്. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 7 തവണ സ്ക്രിപ്റ്റ് വായിക്കും. അതെ അത് പലതവണ വായിച്ചാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. പിന്നെ അത് വായിക്കാൻ അത്രയ്ക്ക് സമയമില്ലെങ്കിൽ ഞാൻ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അതിൻ്റെ ഒരു വോയിസ് റെക്കോർഡിംഗ് ഉണ്ടാക്കും. പിന്നെ ഞാൻ ഓരോ പണി ചെയ്യുമ്പോൾ ലൈക്ക് പാത്രം കഴുകുമ്പോഴും തുണി കഴുകുമ്പോഴും നടക്കാൻ പോകുമ്പോഴൊക്കെ വോയിസ് റെക്കോർഡിംഗ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കും. അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓൾമോസ്റ്റ് ഇറ്റ് ഷുഡ് ബി ലൈക്ക് അവർ മൈൻഡ് വോയിസ്. നമ്മൾ ഫുള്ളി അബ്സോർബ് ആവണം. അടിപൊളി. പിന്നെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മള് ഓരോ ഡ്രാമയും വേറെ ഓരോ ഡിഫറെന്റ് സ്ക്രിപ്റ്റ് ആണല്ലോ. അപ്പോൾ റെപ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞില്ലേ, പക്ഷെ ഈ ഡിഫറെന്റ് സ്ക്രിപ്റ്റ്സ് വരുമ്പോഴത്തേക്കിനും അതനുസരിച്ച് മാറൂലേ? അതെ, മാറും. അതുകൊണ്ടാണല്ലോ നമ്മൾ ഡ്രാമ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-4 മാസം ഒരു നാടകത്തിന് വേണ്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മളും അതിൻ്റെ കൂടെ മാറുവാണ്. വി ആർ ചേഞ്ചിങ് അലോങ് വിത്ത് ദാറ്റ് പ്രോസസ്സ്. ഓരോ പെർഫോമൻസും വേറെ രീതിയിലാണ് പോകുന്നത്. ഓഡിയൻസ് മാറുമ്പോൾ നമ്മുടെ അഭിനയവും മാറും. അവരുടെ റിയാക്ഷൻ കിട്ടുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ബൗൺസ് ഓഫ് ചെയ്യാൻ പറ്റുമല്ലോ. പലരുടെയും റിയാക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. ആ റെസ്പോൺസ് ആണ് ഇതാക്കുന്നത്. ഇപ്പൊ വന്നിട്ട് തിയേറ്റർ ചെയ്യുന്നുണ്ടോ? ഇല്ല, സമയം കിട്ടുന്നില്ല ആക്ച്വലി. പക്ഷെ നല്ല ആഗ്രഹമുണ്ട്. ഞാൻ വന്നത് കയറിയത് തിയേറ്ററിലൂടെയാണ്. പക്ഷെ തിയേറ്റർ ചെയ്യുമ്പോൾ അതിന് കുറേ സമയം മാറ്റി വെക്കണമല്ലോ.
ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നോക്കുവാണെങ്കിൽ തന്നെ റോഷൻ മാത്യുവായിട്ട് ഒരു പടം ചെയ്തായിരുന്നല്ലോ, അദ്ദേഹത്തിനോട് ഇത്തിരി നേരം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്ന, ഡ്രാമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. റോഷനും ഞാനൊരു തിയേറ്റർ വർക്ക്ഷോപ്പ്, ആക്ടിങ് വർക്ക്ഷോപ്പ് ചെയ്തിരുന്നു ആദിശക്തിയിൽ വെച്ച്. അങ്ങനെയാണ് നമ്മൾ ആദ്യം മീറ്റ് ചെയ്തത്. സോ റോഷൻ വാസ് വൺ ഓഫ് ദ ഫസ്റ്റ് ഫ്രണ്ട്സ് ഐ ഹാഡ് ബിഫോർ ഐ എൻറ്റേർഡ് ദി ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് റോഷനെയും ദർശനെയും അർജുൻ രാധാകൃഷ്ണനെയും അറിയാം. അപ്പോൾ അവർ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ഓരോ ഡൗട്ടൊക്കെ വരുമ്പോൾ അതെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഡീൽ ചെയ്യാൻ സഹായിക്കുമോ പ്ലീസ്, ഞാൻ അവരോടാണ് പോകുന്നത്. ഐ ഗോ സ്ട്രേറ്റ് ടു ദം. അപ്പോൾ ആൻഡ് റോഷൻ, what I really like about him is that പുള്ളി വർക്കിനെ മാത്രമാണ് ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഹി ഡസൻറ്റ് ടേക്ക് ഹിംസെൽഫ് ദാറ്റ് സീരിയസ്ലി. അപ്പോൾ ആ ഒരു എന്താണ്, ഹി ഡസൻ ഓപ്പറേറ്റ് ഫ്രം എ പ്ലേസ് ഓഫ് പ്രഷർ. ആ പ്രഷറിൽ നിന്ന് ആക്ട് ചെയ്യുമ്പോഴാണ് ലൈക്ക് ഞാൻ ഒരു വലിയ സംഭവമാണ്, ഇത്രയാണ് മറിച്ചതാണ്, ഞാൻ പറയുന്നതെല്ലാം അടിപൊളിയായിരിക്കണം, ഞാൻ ചെയ്യുന്നതെല്ലാം സൂപ്പർ ആയിരിക്കണം, മെയിൻ ഞാനാണ് മെയിൻ. അപ്പോൾ ആ സ്വഭാവം ഇല്ലാത്തവർക്കാണ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഹി ഹാസ് ദാറ്റ്, ഹി ബ്രിങ്സ് ദാറ്റ് ലൈറ്റ്നെസ് ടു ഹിസ് പെർഫോമൻസസ്. ശരിക്കും ഇപ്പോൾ നോക്കുവാണെങ്കിൽ തിയേറ്ററിൻ്റെ ടിക്കറ്റ്സ് സിനിമ ടിക്കറ്റിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. ശരിക്കും തിയേറ്ററിന് ഇപ്പോഴും ഓഡിയൻസ് ഉണ്ടോ? എനിക്ക് തോന്നുന്നു ഓഡിയൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഡ്രാമയുടെ ജോൺഡർ അനുസരിച്ചിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ സിനിമ തന്നെ ചെയ്യുമ്പോൾ യൂഷ്വലി വർക്കാവുന്ന ഒരു കമേഴ്ഷ്യൽ സോണിലെ പടങ്ങളാണല്ലോ. അപ്പോൾ ആ ഒരു സെയിം സെൻസിബിലിറ്റി തിയേറ്റേഴ്സ് ഡ്രാമയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്കാവുന്ന ഡ്രാമ എന്താണ്, കുറച്ചുകൂടെ ഫാമിലീസിന് കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥകളായിരിക്കണം. ബിക്കോസ് യുനോ പേരൻസ് അവരുടെ കുട്ടികളും ആയിട്ട് വീക്കെൻഡൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഇതൊരു നല്ല ഓപ്ഷൻ ആണ് എന്ന് അവരോട് പറയണമെങ്കിൽ അത് കുട്ടികൾക്കും കാണാൻ പറ്റുന്ന ഒരു അപ്രോപ്രിയേറ്റ് കഥ ആയിരിക്കണം. ആൻഡ് ഈ ഐ തിങ്ക് സ്റ്റോറി ടെല്ലിംഗ് ഫോർ കിഡ്സ് ഓൾസോ അത് നല്ല ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ളൊരു, അത് നല്ല പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്പേസാണ്. അതിൽ എല്ലാവർക്കും ഐ തിങ്ക് ഓൾ ആക്ടേഴ്സ് ഷുഡ് ട്രൈ ടു എക്സ്പ്ലോർ സ്റ്റോറി ടെല്ലിംഗ് ഫോർ കിഡ്സ്. അതിൽ നമുക്ക് കുറച്ച് എന്താണ് എക്സാജറേഷനിലൂടെ നമ്മൾ ഓരോ ഇമോഷൻസും എല്ലാ ഇമോഷൻസിൻ്റെയും അതിൻ്റെ ഒരു എക്സാജറേഷൻ രീതിയിലാണല്ലോ പോകുന്നത് കുട്ടികൾക്ക് കഥ പറയുമ്പോൾ. പക്ഷെ അതിലും ഓരോ ഹൈസും ലോസും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ നല്ല രസമാണ്. നൈസ്. ഇപ്പം ഞാനൊരു കേട്ട കാര്യം ഞാൻ ചോദിക്കാം. അതായത് ഇപ്പം ആസ് എ ഡ്രാമയിൽ നിന്ന് വരുന്ന ഒരാൾ സിനിമയിലെ കാസ്റ്റിങ്ങിന് നിൽക്കുമ്പോൾ പലപ്പോഴും കുറച്ച് ചില കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഡ്രാമയാണ്, തിയേറ്ററിൽ നിന്ന് വന്ന ആളാണ്, എക്സാജറേഷൻ കൂടുതലായിരിക്കും, അപ്പം മുകളിൽ ഇതെടുക്കാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് കേട്ടിട്ടുണ്ടോ? അത് ഡ്രാമ, സിനിമ, പിന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അഭിനയിക്കുന്ന എല്ലാ, അത് അഭിനയം സെയിം ആണെങ്കിലും മീഡിയം മാറുന്നതേ ഉള്ളൂ. അത് നമ്മൾ എന്താണ് റീലിൽ കാണുന്ന ഒരു കഥയും ഒരു അഭിനയവും അത് ചിലപ്പോൾ വലിയ സ്ക്രീനിൽ വർക്കാവില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദ മീഡിയം ഇസ് ചേഞ്ചിങ്. അപ്പോൾ ഈ മീഡിയം അനുസരിച്ച് നമ്മുടെ മീറ്ററും മാറ്റാനും പറ്റും. അത് പിന്നെ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റും. അത് നല്ല ഡയറക്ഷൻ കൊടുത്താൽ മതി. ഐ തിങ്ക് ഓൾ ആക്ടേഴ്സ് ആർ കേപ്പബിൾ ഓഫ് ഇറ്റ് ഓൾസോ. ഇപ്പോൾ നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. രേഖ ചിത്രത്തിലെ പുഷ്പം എന്ന ക്യാരക്ടർ, പുഷ്പമാണ് ആക്ച്വലി ആ ചിത്രത്തിന്റെ രേഖ തന്നെ മാറ്റിയത്. ഓക്കെ, അപ്പൊ ആ ക്യാരക്ടർ അതിനു വേണ്ടിയിട്ട് ആക്ച്വലി എങ്ങനെ ചെയ്തു? കാരണം സ്റ്റിഫാണ് ആ ക്യാരക്ടർ, നമ്മൾ വാവടിച്ച ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ആക്ച്വലി എങ്ങനെയാണ് വന്നത്? ഇത് ആ റൈറ്ററും ഡയറക്ടറും ഇപ്പോൾ ആക്ച്വലി രേഖാചിത്രത്തിന് 2 കേരള ഫിലിം ക്രിറ്റിക്സിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഈ അവരെന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഈ ക്യാരക്ടറിന് അത്ര അധികം സ്പേസ് ഇല്ല എന്ന് തോന്നുമായിരിക്കാം. അത് കറക്റ്റാണ്. കാരണം സ്ക്രിപ്റ്റിൽ അധികം ഫ്ലഷ് ഔട്ട് ആക്കാനുള്ള സ്പേസ് നമുക്കറിയില്ല. അത് ജസ്റ്റ് പ്രസൻസ് ആയിട്ട് വന്നു പോകുന്നതേ ഉള്ളൂ. പക്ഷെ നല്ലൊരു സ്പേസ് നമുക്ക് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തെടുക്കാം. അത് ആ കൊളാബറേഷനിൽ സെറിന് താല്പര്യം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു ഒരു മനസ്സ് ഉണർന്ന പോലെയാണ്. അത് ലൈക്ക് വല്ലപ്പോഴാണല്ലോ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുന്നത്. ആൻഡ് they showed a lot of interest in wanting to work with me. അത് കേട്ടപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഇന്നായി, രണ്ടും കൽപ്പിച്ച് ഇന്നായി. വളരെ ഹാപ്പി ആയിരുന്നു. അത് എല്ലാ സ്റ്റെപ്പിലും അവർ എനിക്ക് അഷുറൻസ് തരുമായിരുന്നു.
പിന്നെ അവരും നമ്മൾ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും അവർ കറക്റ്റ് നോക്കിയിട്ട് പറയും അവരൊക്കെ ഓക്കെ ഇത് വർക്കാവുന്നില്ല, ഇത് ആക്ച്വലി നന്നായിരുന്നു, അന്ന് ആ സമയത്ത് കൈ നിട്ടത് അത് അടിപൊളിയായിരുന്നു, ലെറ്റ്സ് കീപ് ദാറ്റ്. അപ്പോൾ രസമായിരുന്നു, നല്ല ടീമാണ്. ഓ സൂപ്പർ. എനിക്ക് അറിയേണ്ടത് സെറീൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ്. പുഷ്പം എന്ന് പറഞ്ഞ ക്യാരക്ടർ ആക്ച്വലി അതൊരു റെഡ് ഫ്ലാഗ് ആണോ? എനിക്ക് അവരങ്ങനെ ജഡ്ജ് ചെയ്തിട്ട് വലിയ കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ആരാ ഈ റെഡ് ഫ്ലാഗും ഗ്രീൻ ഫ്ലാഗും എന്ന് പറഞ്ഞാൽ? അങ്ങനെയാണെങ്കിലേ ഞാൻ ചെയ്ത പല പല ക്യാരക്ടേഴ്സ് അവർ നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, മോശമായ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ലൈഫിൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരും നല്ലതും മോശവും അവർ രണ്ട് ക്വാളിറ്റീസും ഉണ്ടല്ലോ എല്ലാ ആൾക്കാരും. റെഡ് ഫ്ലാഗ് ആയാലും ഗ്രീൻ ഫ്ലാഗ് ആയാലും എനിക്ക് വലിയ കുഴപ്പമില്ല. നല്ല ഇമ്പാക്റ്റ് ഉള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ അടുത്ത ഞാൻ അതിലേക്കാണ് വന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഇനി സെറീൻ അറിയപ്പെടാൻ പോണത് ഇമ്പാക്ട് സ്റ്റാർ എന്നും പറഞ്ഞായിരിക്കും. ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഒരു ഇമ്പാക്ട് ഉണ്ട്. ലിറ്ററലി അല്ല, ഞാൻ കുറച്ച് റിസർച്ച് ചെയ്ത് നോക്കി, എല്ലാത്തിലും വന്നൊരു കോമൺ ഫാക്ടർ അതാണ്. എന്ത് ചെയ്താലും അതൊരു ഇമ്പാക്ട് സെറീൻ ക്രിയേറ്റ് ചെയ്യും. ഇതൊരു വാശിയാണോ അല്ലെങ്കിൽ ഇത് ഫ്ലോയിലായി പോണതാണോ? ഞാൻ അത് കുറച്ച് കോൺഷ്യസ്ലി എടുക്കുന്ന ഒരു തീരുമാനമാണ്. ബിക്കോസ് എന്താ, നമുക്ക് എങ്ങനെ നമ്മുടെ പെർഫോമൻസിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എത്രയോ റോൾസ്, നല്ല ഐക്കോണിക് ആയിട്ടുള്ള റോൾസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ആ ആക്ടർ മാത്രം ചെയ്താലേ വർക്കായിട്ടുള്ളൂ. യു കാൺട്ട് ഇമാജിൻ എനിബഡി എൽസ് ഡൂയിങ് ദാറ്റ്. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. അതൊരു വാശിയാണോ അല്ലെങ്കിൽ അതൊരു നല്ലത് ചെയ്യണം എന്നുള്ള വാശിയാണ്. എന്ത് കിട്ടിയാലും നല്ലത് ചെയ്യണം. അത് ചെറിയ റോളായാലും വലിയ റോളായാലും വേറെ എന്താണ് ഡയലോഗ്സ് ഇല്ലാത്ത റോളായാലും എല്ലാത്തിലും ഞാൻ കുറേ എന്താണ് എന്നെ തന്നെ കുറേ കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ആക്ടിങ്ങിലേക്ക് കയറിയത്. അപ്പോൾ എന്താണ് അത്രയ്ക്കും ഇല്ലാത്തൊരു പ്രൊഫഷനാണ്. പിന്നെ എനിക്ക് ആ സമയത്ത് വേറൊരു ജോലിയുണ്ട്. പക്ഷേ ഇത് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ പുറകെ തന്നെ പോകണം, ഫുൾ കമ്മിറ്റ്മെൻറ്റോടെ ഇതിന് പുറകെ തന്നെ പോകണം, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറേ സമയം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. ഒരിക്കലും അത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഐ നീഡ് ടു ഗോ ബാക്ക് ടു ദാറ്റ് റീസൺ. എന്തുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയത്? അപ്പോൾ ഒരു വാശി തന്നെയാണ്. എല്ലാം എന്ത് ചെയ്യുവാണെങ്കിലും വൃത്തിക്ക് അത് അടിപൊളിയായിട്ട് ചെയ്യണം. അതെ. സെറീന അപ്പോൾ ശരിക്കും പാഷൻ ആക്ടിങ്ങിനായിരുന്നു പണ്ട് തൊട്ട്? പണ്ട് മുതൽ എനിക്ക് എൻ്റെ പാഷൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. പാഷൻ അറിഞ്ഞത് തിയേറ്ററൊക്കെ ചെയ്ത് ഒരു 22-23 ഇയേഴ്സ് ആ പ്രായമൊക്കെ ആയപ്പോഴാണ് ഇത് എൻ്റെ പാഷനാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാൻ കുറേ സ്ഥലത്തുണ്ടായിരുന്നു. വാപ്പ എയർഫോഴ്സിലായിരുന്നുകൊണ്ട് നമ്മളെപ്പോഴും ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പ്സ് മാറുന്നു, എൻ്റെ ഓരോ ആക്ടിവിറ്റീസും ഹോബീസും എല്ലാം മാറുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടും മാറുന്നു. ഇപ്പോൾ എവിടെയൊക്കെ താമസിച്ചിട്ടുണ്ട്? ആക്ച്വലി എവിടെയൊക്കെ ഇങ്ങനെ ട്രാൻസ്ഫർ? എയർഫോഴ്സ് കാൺപൂരിലുണ്ടായിരുന്നു, പിന്നെ ആസാം, ബാംഗ്ലൂർ, കോയമ്പത്തൂർ. ഇപ്പോൾ എത്ര ഭാഷ അറിയാം? ഞാൻ ആദ്യം പഠിച്ചത് ഹിന്ദിയാണ് ആക്ച്വലി. ഹിന്ദിയാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കാനും എഴുതാനൊക്കെ പഠിച്ചത്. അത് പിന്നെയാണ് മലയാളം പഠിച്ചത്, പിന്നെ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ആക്ടിങ്ങിലേക്ക് ഇറങ്ങണം എന്ന് തോന്നിയൊരു പോയിന്റ് എപ്പോഴായിരുന്നു? തിയേറ്ററിലൊരു 3-4 വർഷം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് വിചാരിച്ചു ഇതൊന്ന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്താലോ. കാരണം ആ സമയത്ത് തിയേറ്ററുണ്ട്, ഞാൻ എൻ്റെ കോഴ്സ് വർക്കും കോളേജിൽ പണിയും ചെയ്യുവാണ്, പിന്നെ കുറച്ച് ഇൻറ്റേൺഷിപ്പ് പരിപാടിയും ചെയ്യുന്നുണ്ട്. ആൻഡ് ആ സമയത്താണ് വിചാരിച്ചത് ഓക്കെ ഇതൊന്ന് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്താലോ. എന്തോ ലൈഫ് മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് നമുക്കൊരു വലിയൊരു തീരുമാനം എടുക്കാം, ലെറ്റ്സ് ടേക്ക് ദിസ് ഹ്യൂജ് സ്റ്റെപ്പ് ഫോർവേഡ്. അങ്ങനെയാണ് തുടങ്ങിയത്. ആൻഡ് സോ ഫാർ സോ ഗുഡ് എന്ന് പറയാം. ഒറ്റ ചോദ്യം, പാട്രിയോട്ടുള്ള നായകൻ ആരാണ്? ഫ്രഷ് ആണെന്നറിയാം, എന്നാലും എനിക്ക് എൻ്റെ മനസ്സിൽ ഇതിലെ നായകൻ ഇതിൻ്റെ ഡയറക്ടർ തന്നെയാണ്. പുള്ളിയുടെ ആ വിഷൻ കാരണമാണല്ലോ ഇത്രയും ആക്ടേഴ്സ് അതിലേക്ക് കയറി വന്നത്. ഓഫ് കോഴ്സ്, സോ ഇറ്റ്സ് ഓൾ ഹിസ് ക്രെഡിറ്റ്. ഇത്രയും എല്ലാവരും ഓൾമോസ്റ്റ് ഒരു വലിയൊരു നാടകം ചെയ്യുന്ന പോലെയാണ് ഒരു സിനിമ. പല പല കുറേ ആക്ടേഴ്സും കയറി വരുന്നു, വേറെ കുറേ ടെക്നീഷ്യൻസും ആൻഡ് കുറേ സ്ഥലത്ത് പോയി ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ ഒരു വലിയൊരു നാടക ട്രൂപ്പിൻ്റെ കൂടെ പോലെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ വിഷനിൽ നിൽക്കണമെങ്കിൽ ഇറ്റ്സ് ഓൾ ക്രെഡിറ്റ് ടു ദി ഡയറക്ടർ. ഓക്കെ, സോ
അപ്പോൾ എല്ലാവരും പറയണ ഒരു കാര്യമാണ് ബിഗ് എംസിൻ്റെ പാട്രിയോട്ട്. ബിഗ് എംസിൻ്റെ പാട്രിയോട്ട് ബിഗ് ഹിറ്റായി തന്നെ മാറട്ടെ. യെസ് ഫിംഗേഴ്സ് ക്രോസ്. അതെ, ഇതിലും സാറിന് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പറ്റട്ടെ. ഇമ്പാക്ട് സ്റ്റാറായി മാറട്ടെ. ഇമ്പാക്ട് സ്റ്റാർ അല്ല, സൂപ്പർ സ്റ്റാറായി മാറട്ടെ. ഇമ്പാക്ട് സ്റ്റാർ നല്ലൊരു കുഴപ്പമില്ല. യെസ്, അതൊക്കെയാണ് എനിക്ക്. ഓക്കെ, താങ്ക് യു സെറീൻ ഫോർ കമ്മിങ് ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്. ഓക്കെ.